തന്റേത് തന്നെയെന്ന്. ഉള്ളിൽ അർജുനുണ്ട്. അർജുനുണ്ട്. സംശയമില്ല. അതാ കാണുന്നതാ. കാണുന്നുണ്ട്. ഉണ്ട്. അർജുനുണ്ട്. മണ്ണിടിച്ചിലിൽ ഗംഗാവലി പുഴയിൽ ആഴ്ന്നുപോയ മലയാളി ഡ്രൈവർ അർജുന്റെ ലോറി കണ്ടെത്തി. ലോറിയുടെ ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ടെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോറി ഉടമ മനാഫ് കണ്ടെത്തിയത് തന്റെ ലോറിയുടെ ക്യാബിൻ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അർജുനെ കാണാതായതിന്റെ 71ാം ദിവസമാണ് ലോറിയുടെ അവശിഷ്ടം കണ്ടെടുക്കാൻ കഴിഞ്ഞത് തന്നെ. ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് ലോഹഭാഗം കരയിലേക്ക് അടുപ്പിക്കുന്നത്. ജൂലൈ 16-നാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ കർണാടകയിലെ മണ്ണിടിച്ചിലിൽ കാണാതായത്. കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നതുകൊണ്ടും തെരച്ചിൽ പലപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടർന്നപ്പോഴും ഡ്രഡ്ജർ എത്തിച്ചുള്ള തെരച്ചിലിൽ അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ഏറെ ദുഃഖപൂർണമാണെങ്കിൽ പോലും ഫലം കണ്ടത്. അർജുൻ അടക്കം 10 പേരാണ് അത്യാഹിതത്തിൽപ്പെട്ടതും. 7 പേരുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കർണാടകയിൽ നിന്ന് തടി കൊണ്ടുവരാൻ മുക്കം സ്വദേശി മനാഫിന്റെ ലോറിയുമായി അർജുൻ ജൂലൈ 8-നാണ് പോയത്. 16-നാണ് അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. കഴിഞ്ഞ ദിവസം GPS-ന്റെ സാന്നിധ്യം ദുരന്ത സ്ഥലത്താണെന്നും ഭാരത് ബെൻസ് കമ്പനി ലോറി ഉടമയെ അറിയിച്ചതോടെയാണ് അർജുനെ കാണാനില്ല എന്നുള്ള വിവരം നാട്ടിലും അറിഞ്ഞത്. ലോറിയിലെ ക്യാബിനിൽ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അർജുന്റേതാണ് എന്നാണ് നിഗമനം. എങ്കിലും ഉറപ്പിക്കാൻ കൂടുതൽ പരിശോധന വേണ്ടിവരും. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിൽ ലോറിയുടെ ക്രാഷ് ഗാർഡ് ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കന്യാകുമാരി പനവേൽ ദേശീയപാത 66-ൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോലയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിൽപ്പെട്ടതും.